ഹായ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഹെയർ രണ്ടുപേരുടേതാണ്. രണ്ടുപേർക്കും പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഹെയർ നേരത്തെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ടുള്ള ഹെയറാണ്. അങ്ങനെ കുറച്ചൊന്ന് ഡാമേജ് ആയിട്ടുള്ള ഹെയറാണ്. അത് നമ്മൾ ഫേസിന് ചേരുന്ന രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഹെയർ അതും കുറച്ച് ഡാമേജായി, ഹെയർ കളറൊക്കെ ചെയ്യുന്ന ഹെയറാണ്. കുറച്ച് ഡാമേജ് ആയിട്ടുള്ള ഹെയറാണ്. അത് നമ്മൾ ഫേസിന് ചേരുന്ന രീതിയിലാണ് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഷവർ ജെല്ലാണ്. ഷവർ ജെല്ല് എന്ന് പറഞ്ഞാൽ ബോഡി വാഷ്, ഇതൊരു സ്ക്രബും കൂടെ ഉണ്ട് ഇതിന്. കാരണം ഈ ഒരു കംഫേൻ്റെയാണ് ഇത് പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ച് എനിക്ക് നല്ല റിസൾട്ടാണ്. ഇത് നമുക്ക് ഒരു സ്ക്രബ് കൂടെ ഉള്ളത് കൊണ്ട് ഡെഡ് സ്കിന്നൊക്കെ പോയി നമ്മുടെ സ്കിന്ന് നല്ല ഒരു ഗ്ലോ ഉള്ള സ്കിന്നായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ വിയർപ്പിൻ്റെയൊക്കെ സ്മെല്ലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ സ്മെല്ലൊക്കെ മാറുകയും ചെയ്യും. അപ്പോൾ അത് നല്ലൊരു പ്രോഡക്റ്റാണ്, എല്ലാവരും ഉപയോഗിക്കുക. അതുപോലെ ഇത് നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നവരാണെങ്കിൽ 2 നേരം യൂസ് ചെയ്യാം. അതല്ല നമ്മൾ വീട്ടിലൊക്കെ വെറുതെ വേറെ ജോലിയൊന്നും ഇല്ലാത്തവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നേരം മാത്രം നമ്മൾ ഷവർ ജെല്ലാണെങ്കിലും സോപ്പാണെങ്കിലും ഇത് ഈ ബോഡി സ്ക്രബ് വാഷ് അതാണെങ്കിലും നമ്മൾ ഒരു നേരം ഉപയോഗിക്കുക. ജിമ്മിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ എക്സർസൈസൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് 2 നേരം ഉപയോഗിക്കും. എന്നാൽ നമുക്ക് നമ്മുടെ 2 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ. നേരത്തെ ഇതൊന്ന് ബോട്ടക്സ് ഒക്കെ ചെയ്ത ഹെയറാണ്. അങ്ങനെ ഹെയർ അടിഭാഗം നല്ല തിന്നായിട്ടാണ് കിടന്നത്. അപ്പോൾ ആ ഹെയർ നമ്മൾ തിന്നായിട്ടുള്ള കുറച്ച് ഹെയർ ഉണ്ടായിരുന്നു, നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല തിക്നെസ്സായ ഹെയറിന്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഈ ഹെയർ ഇനി കിളിർത്ത് ഇറങ്ങിക്കോളും. ഫേസിന് ചേരുന്ന രീതിയിൽ അഴിച്ചിട്ടുകൊണ്ട് അടക്കുകയും ചെയ്യാൻ, കെട്ടി വെക്കാൻ രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് മാസത്തിലൊരു പ്രോട്ടീൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് കെരാറ്റിനും കൂടെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഈ ഹെയറിന് ഈ രീതിയിൽ തന്നെ കിളിർത്ത് വരും. നല്ല തിക്കായിട്ടായിരിക്കും ഹെയർ കിളിർത്ത് വരുന്നത്. ഇത് രണ്ടാമത്തെ ഹെയർ കളറൊക്കെ ചെയ്ത് നല്ല ഡാമേജ് ആയിട്ടുള്ള ഹെയറാണ്. അപ്പം ഇതിൻ്റെ ഒരുപാട് ലെങ്ത് കുറയ്ക്കാതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഉള്ള ലെങ്ത് തന്നെ നിർത്തിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നന്നായിട്ട് ഗ്രേ ഹെയർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഗ്രേ ഹെയറൊക്കെ നമ്മൾ പിന്നെ ഹെയർ കളർ ചെയ്ത് കവർ ചെയ്തിട്ടാണ് പിന്നെ ചെയ്തത്. അത് എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുള്ള ഹെയറായിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ കെരാറ്റീൻ്റെ അയൺ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഹെയർ നല്ല ഭംഗിയുള്ള ഹെയർ. അഴിച്ചിട്ടുകൊണ്ട് അടക്കുകയും ചെയ്യാൻ, കെട്ടിയും വെക്കാം. ഇത് ഹെന്നയൊക്കെ ചെയ്യുന്ന ഹെയർ ആയിരുന്നു. അപ്പം തൊട്ടടുത്ത് ഒന്നും ഹെന്ന ചെയ്തിട്ടില്ല. ഒരു 3 മാസം മുൻപ് ഹെന്ന ചെയ്തിട്ടുണ്ട്. ഇനി ഹെന്ന ചെയ്യരുത്. ഇനി ഹെന്ന ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്തതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് പോവും. ഹെയർ ഫ്രിസിയാകും, ഡ്രൈനെസ്സും ഉണ്ടാകും. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂടിലാണ് ഞാൻ ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലും. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.